ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഒരു ട്രിപ്പ് മോഡിലേക്ക് പോവുകയാണ് കേട്ടോ. ട്രിപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ മോഡ്. കുറേ നാളുകളായി ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. മാറ്റി വെച്ച് എല്ലാവരും സൗകര്യം നോക്കി വന്നു. അവസാനം കുറേ പേര് എന്നിട്ടും ഇല്ലാണ്ടായി. അങ്ങനെ എന്തായാലും ചെയ്യണമെന്ന് വെച്ച് ഞായറാഴ്ച യാത്ര തുടങ്ങി. കുറച്ച് പേർക്കൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട്. എല്ലാവരും ഓക്കെ ആയോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. പക്ഷേ കോടനാട് എത്തി. നമ്മൾ കോടനാടാണ് ആദ്യം ചെന്നത്. കോടനാട് എത്തിക്കഴിഞ്ഞപ്പോൾ മുളകളൊക്കെ കണ്ട് കാടുകളൊക്കെ നോക്കി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ശലഭങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റി. ശലഭങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്കിതിൽ ശരിക്കും ക്ലാരിറ്റി അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണില്ല കേട്ടോ. ഒത്തിരി ശലഭങ്ങളുണ്ട് അവിടെ. നമ്മൾ ഏതോ എന്താ പറയുക, ചിത്രശലഭങ്ങളുടെ ഒരു കൂട്ടിൽ ചെന്ന അവസ്ഥ. ശരിക്കും കടന്നൽ കൂടുന്നൊക്കെ അല്ലേ, അപ്പോഴല്ലേ നമുക്ക് കടന്നലുകളൊക്കെ ഇങ്ങനെയാണോ? അതല്ല, ശലഭങ്ങൾ നിറയെ ഉള്ളൊരു സ്ഥലം. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നും. ഇവരുടെ ആ ചിറകുകളിലെ ആ കുത്തുകളും ആ ഒരു ഭംഗിയുണ്ടല്ലോ. ശലഭത്തിനെ നോക്കി നിൽക്കുന്നത് കൂടുതലും കുട്ടികൾക്കാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ശലഭങ്ങളെ, എന്നാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അവർക്ക് ഞാനിപ്പോൾ സ്കൂളുകളിൽ കാണാറുണ്ട്, പിള്ളേരിങ്ങനെ ശലഭത്തിനെ കാണുമ്പോൾ അതിന് പുറകു പോണത്. അപ്പോൾ ശലഭങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. മാനുകളാണ് അവിടെ ഉള്ളത്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മാനുകളെയാണ്. ആ മാനുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ മാനുകളെങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മളെ മാനുകൾ നോക്കണുണ്ട് കേട്ടോ. ഇത് ഏത് ജീവികളാണാവോ എന്നർത്ഥത്തിൽ. ഞങ്ങൾ കുറച്ചധികം നേരം മാനുകളെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ നടക്കുമ്പോൾ, കുറച്ചും കൂടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഞാൻ തെറ്റി വായിച്ചു, സാമ്പാർ മാനാണോ എന്നൊക്കെ വരെ ചോദിച്ചു. അങ്ങനെ അവരെന്നെ കളിയാക്കി. ഞാൻ വായിച്ചതിൻ്റെ കുഴപ്പമായിരുന്നു അത്. എന്നിട്ട് നമ്മൾ ഇവരെയും കണ്ട് ഇവരോടും കുശലം പറഞ്ഞ് മുളകൾ കണ്ടപ്പോൾ എനിക്ക് മുളകളുടെ അടുത്ത് നിൽക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ മുളകളുടെ അടുത്തൊക്കെ നിന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ മുളകൾ ആസ്വദിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ആനകളെയൊക്കെ കണ്ടപ്പോൾ ആനകളുടെ പേരുകളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. അതിലൊരാനയുടെ പേര് സുനിത എന്ന് വെച്ചപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ പേര് സുനിത എന്നാണ്. അങ്ങനെ നമ്മൾ എൻഡിങ് പോയിന്റിലെത്തിയപ്പോൾ നമ്മുടെ ചന്ദ്രൻ്റെ അടുത്ത് പോകണ്ടേ. ചന്ദ്രൻ്റെ അടുത്ത് പോയപ്പോഴാണ് ആനകളെ മെരിക്കണതും ഇതൊക്കെ അവരിങ്ങനെ കെട്ടിയുണ്ടാക്കി വെച്ചേക്കണം കണ്ടത്. പിന്നെ ഏറ്റവും വെറൈറ്റി വന്നത് ചന്ദ്രൻ്റെ ഭക്ഷണമാണ് കേട്ടോ. അവിലും ശർക്കര അങ്ങനെയൊക്കെയുള്ള തേൻ അതൊക്കെ കണ്ടപ്പോൾ ഒരിഷ്ടം. പിന്നെ നമുക്ക് കുറച്ചധികം നേരം നിൽക്കാൻ പറ്റുന്ന സ്ഥലം മുള. ഏറ്റവും കൂടുതൽ അവിടെ കണ്ടത് മുളയും പുഴയുമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് സമാധാനമായിട്ട് കുറച്ചധികം നേരം നടന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പ്രകൃതിയെ തൊട്ടറിയാൻ. എൻ്റെ ഒരു വീക്ക്നെസ് പോയിൻ്റാണ് ഈ പ്രകൃതി. എൻ്റെ എന്നല്ല, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്ക് കുറച്ച് എന്താ പറയുക, ശാന്തമായ അന്തരീക്ഷമാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഊഞ്ഞാലും പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റെയറുകൾ വെച്ചേക്കണതെല്ലാം മരം കൊണ്ടാണ്, മരത്തിൻ്റെ ഇതുകളാണ് ചെയ്തേക്കണത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു വെറൈറ്റി ആണല്ലോ. പിന്നെ ഞാൻ നടക്കുന്നുണ്ടപ്പോൾ അടുത്ത ആളും കണ്ടുപിടിച്ചു, അയാൾ നടന്നു. ടയറുമ്പോൾ കയറാൻ ഞങ്ങളുടെ ആശാൻ ഒത്തിരി പണിയെടുത്തു. അവസാനം ചേച്ചി ഒച്ചെടുത്തതോടുകൂടി ആൾ താഴെ ഇറങ്ങി കീഴടങ്ങി. അങ്ങനെ അഭയാരണ്യത്തിൻ്റെ സൈഡിൽ നിന്നിട്ട് ഞാനും മോനും കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തു. എന്താ പറയുക, നല്ലൊരു ട്രിപ്പായിരുന്നു. നമ്മൾ പോയതിൽ ഫസ്റ്റ് ഇറങ്ങിയ കോടനാടിൻ്റെ മാത്രം വിശേഷമാണത്. നമ്മൾ 2-3 സ്ഥലത്ത് കൂടെ പോയിരുന്നു. അത് നമ്മൾക്ക് പുറകെ വീഡിയോ ആയിട്ട് ഇടാം. ഇവിടുത്തെ ഏറ്റവും ഭംഗിയെന്ന് വെച്ചാൽ ഈ ഫോട്ടോ സെക്ഷനാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഫോട്ടോസും